അറബിക്കടലിൽ ചെരിഞ്ഞ MSC എൽസ 3 എന്ന കപ്പൽ മുങ്ങി. കപ്പലിൽ ഉണ്ടായിരുന്ന കണ്ടെയ്നറുകൾ തീരത്ത് വന്നടിയാനുള്ള സാധ്യതയെ തുടർന്ന് ജാഗ്രതാ നിർദ്ദേശം. അപകടത്തെ തുടർന്ന് നടത്തിയ രക്ഷാപ്രവർത്തനത്തിൽ മുഴുവൻ ജീവനക്കാരെയും സുരക്ഷിതരാക്കി. വിവരങ്ങൾ അർച്ചന വിനോദ് നൽകും. റിപ്പോർട്ടിലേക്ക്. ഇതോടെ 9 PM പൂർണ്ണമാകുന്നു. നമസ്കാരം. നിലവിൽ നേരിയ ആശങ്ക ഉണ്ടാക്കുന്നത് കപ്പലിലെ എണ്ണച്ചോർച്ചയാണ്. ഇത് പ്രതിരോധിക്കാനുള്ള നടപടികളാണ് ഇപ്പോൾ പ്രധാനമായും കോസ്റ്റ് ഗാർഡും ഒപ്പം നേവിയും തുടർന്നുകൊണ്ടിരിക്കുന്നത്. അതിനുള്ള എല്ലാ സംവിധാനങ്ങളും ഇരു കപ്പലിലുമുണ്ട്. ഇപ്പോൾ ഈ എണ്ണ നിയന്ത്രിക്കാനുള്ള നടപടികൾ തുടർന്നുകൊണ്ടേയിരിക്കുകയാണെന്നാണ് ഈ സംവിധാനങ്ങൾ അറിയിക്കുന്നത്. എന്തായാലും ഏറ്റവും പ്രധാനമായും ഇനി ജനങ്ങളാണ് ജാഗ്രത പാലിക്കേണ്ടത്. പ്രധാനമായും തീരത്തേക്ക് ഈ കണ്ടെയ്നറുകൾ എത്താനുള്ള സാധ്യതയുണ്ട്. ഇതിൽ പ്രധാനമായും 13ഓളം കണ്ടെയ്നറുകൾ രാസപദാർത്ഥങ്ങളുള്ളതാണ്. ഇത് അപകടകരമായ രാസവസ്തുക്കളാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ തൊടാനോ അല്ലെങ്കിൽ ഇതിനടുത്തേക്ക് പോകാനോ പാടില്ല. 200 മീറ്ററെങ്കിലും അകലം പാലിക്കണമെന്ന നിർദ്ദേശമാണ് ഇത് സംബന്ധിച്ച് നൽകുന്നത്. മാത്രമല്ല ഈ കപ്പൽ ചരിഞ്ഞ ഭാഗത്ത് ഇത്തരത്തിൽ മത്സ്യബന്ധനം പാടില്ല. അതിന് മീറ്ററുകളോളം മത്സ്യബന്ധനം പാടില്ല എന്ന ഒരു കർശന നിർദ്ദേശം കൂടി നൽകിയിട്ടുണ്ട്. മത്സ്യത്തൊഴിലാളികൾ ഇതുമായി ബന്ധപ്പെട്ട് ജാഗ്രത പാലിക്കണം. എന്തായാലും ഇന്നലെ 1:25 കൂടിയാണ്, ഉച്ചയ്ക്ക് 1:25 കൂടിയാണ് കപ്പൽ ചരിഞ്ഞത്. അതിനുശേഷം ഇപ്പോൾ ഏകദേശം ഇത്തരത്തിൽ ആലപ്പുഴ ഒപ്പം എറണാകുളം തുടങ്ങിയ സ്ഥലങ്ങളിലെ തീരങ്ങളിൽ ഇത്തരത്തിൽ കണ്ടെയ്നറുകൾ എത്താനുള്ള സാധ്യതയുണ്ട്. പ്രധാനമായും ഈ രാസപദാർത്ഥങ്ങൾ ഇത്തരത്തിൽ വെള്ളവുമായി ലയിച്ചാൽ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നതാണ്. മത്സ്യ സമ്പത്തിനുമൊപ്പം ജീവജാലങ്ങൾക്കുമെല്ലാം തന്നെ ഒപ്പം മനുഷ്യർക്കും ഇത് പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. അതുകൊണ്ട് തന്നെ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ മുന്നിലുണ്ട്. അതുകൊണ്ട് കർശനമായ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. അത് പാലിക്കണമെന്ന് തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നത്. അതേസമയം തന്നെ ഈ കപ്പലിൻ്റെ പ്രവർത്തനങ്ങൾ നിരീക്ഷിച്ചിരുന്ന 3 നാവികരെ ഇപ്പോൾ നേരത്തെ തന്നെ തീരത്തേക്ക് എത്തിച്ചിരുന്നു. ഇവരുടെ ആരോഗ്യനിലയെല്ലാം തൃപ്തികരമാണ്. ഇവരെ INS സുജാതയിലാണ് കേരള തീരത്തെത്തിച്ചത്. കപ്പൽ പൂർണ്ണമായി മുങ്ങിയതോടെയാണ് ഇവരെ ക്യാപ്റ്റൻ അടക്കമുള്ള ആളുകളെ സുരക്ഷിതമായി കേരള തീരത്തേക്ക് എത്തിച്ചത്. എന്തായാലും ഇവരെ നാട്ടിലേക്ക് പറഞ്ഞ് അയക്കുന്നതടക്കമുള്ള നടപടികൾ ഇപ്പോൾ കൈക്കൊണ്ടുവരികയാണ്. പ്രധാനമായും ഇനിയുള്ള നടപടി എന്ന് പറയുന്നത് ഇപ്പോൾ 2 കപ്പലുകൾ ഒപ്പം ഒരു വിമാനവുമാണ് ഈ സ്ഥലത്ത് ഇപ്പോൾ നിരീക്ഷണം തുടർന്നത്. ഇത് പ്രധാനമായും ഈ എണ്ണപ്പാട നിയന്ത്രിക്കാനുള്ള നടപടികൾ, ഇതിന് മുകളിലേക്ക് എണ്ണപ്പാടയ്ക്ക് മുകളിലേക്ക് ഒരു പൊടിയിട്ട് ഇത് നിയന്ത്രിക്കാനുള്ള നടപടികളാണ് ഇപ്പോൾ പ്രധാനമായും നടക്കുന്നത്. ഇതിൻ്റെ എല്ലാ സംവിധാനങ്ങളും ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് ഈ കോസ്റ്റ് ഗാർഡും നേവിയും എല്ലാ സംവിധാനങ്ങളും അറിയിക്കുന്നത്. എന്തായാലും ഇത്തരത്തിൽ കണ്ടെയ്നറുകൾ ശ്രദ്ധയിൽപ്പെടുകയാണെങ്കിൽ ഉടൻ തന്നെ 112 നമ്പറിലേക്ക് പോലീസ് ഇൻഫർമേഷനായി അയക്കണമെന്ന് പറയുന്നുണ്ട്. എന്തായാലും ജനങ്ങൾ കൃത്യമായി ജാഗ്രത പാലിക്കണം. തീരത്തേക്ക് എത്താനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് തൊടാനോ ഇതിനടുത്തേക്ക് പോകാനോ പാടില്ല എന്ന കർശന നിർദ്ദേശം തന്നെയാണ് ഈ ഘട്ടത്തിൽ വരെ നൽകിയിരിക്കുന്നത്.